എല്ലാവർക്കും ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ന് ഫസ്റ്റ് ആയിട്ട് പറയുന്നത് നമ്മുടെ ജയിൽ നോമിനേഷന്റെ കാര്യമാണ്. അങ്ങനെ നോമിനേഷൻ എല്ലാം കൂടെ കിട്ടി ജയിലിലേക്ക് പോകുന്ന 3 ആളുകളാണ് കലാഭവൻ സരിക, രേണു, നെവിൻ. ഇത്രയും പേരാണ് കിട്ടിയേക്കുന്നത്. അതിനകത്ത് സംഭവങ്ങളുടെ ഒരു പ്രശ്നങ്ങളുടെ തുടക്കം എന്ന് വെച്ചാൽ നമ്മുടെ ജയിൽ നോമിനേഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ ജിസേൽ പറഞ്ഞത് അനുമോളയാണ്. അങ്ങനെ പറഞ്ഞ് ജിസേൽ പറയുന്നുണ്ട്, നീ ചപ്പാത്തി എന്തോ കട്ടോണ്ട് നീ പോകുന്നത് കണ്ടു, നീ കള്ളിയാണെന്ന് എന്തോ പറഞ്ഞു. അനുമോൾ അവുത്തി കയറി പിടിച്ചിട്ട് ഭയങ്കര പ്രശ്നം നടക്കുവാണ്. ഞാൻ കള്ളിയല്ല എന്ന് പറഞ്ഞ അനുമോൾ അപ്പം തന്നെ തകർന്നു പോയി. കാര്യം ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ജിസേലും അനുമോളും തമ്മിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഫസ്റ്റ് ഒരു ചായയുടെ പ്രശ്നമാണ്, പിന്നെ മൈക്ക് മാറ്റിയിട്ടു എന്ന് പറഞ്ഞുള്ളത് കാര്യങ്ങൾ. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്ന് അവസാനം ജിസേൽ മേക്കപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അനുമോൾ കംപ്ലൈൻറ്റ് പറഞ്ഞു. ജിസേൽ പറയുന്നു ജിസേൽ ചെയ്തില്ല എന്ന്. ഇപ്പം ജിസേൽ പറഞ്ഞതെന്ന് വെച്ചാൽ അനുമോള് ബീട്രൂട്ട് മോഷ്ടിച്ചുകൊണ്ട് പോയി ലിപ്സ്റ്റിക് ഇടാൻ, ഇങ്ങനെയൊക്കെ ഒരുപാട് ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാര്യം ശരിക്കും ന്യായമുള്ളത് അനുമോടെ ഭാഗത്താണ്. കാര്യം ജിസേൽ റൂള് ബ്രേക്ക് ചെയ്ത് ഒരുപാട് പ്രോഡക്റ്റ് ഒക്കെ ഇവിടെ യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നില്ലെങ്കിലും ജിസേലിൻ്റെ ഫേസിലൊക്കെ നമുക്ക് മനസ്സിലാവും. ലിപ്സ്റ്റിക് ഇടുന്നുണ്ട്, ഫൗണ്ടേഷൻ ഇടുന്നുണ്ട്, അങ്ങനെയൊക്കെ ഒരുപാടുള്ള. പക്ഷെ അവിടെയുള്ള ബോയ്സ് മിക്ക പേരും ജിസേലിന് സപ്പോർട്ടാണ്. ഷാനവാസിനെയും നമ്മുടെ അനീഷിനെയും ഒഴിച്ച് അപ്പാനി, ശരത്ത്, അക്ബർ, ആര്യൻ രണ്ടിടത്തും നിൽക്കും, നെവിനും രണ്ടിടത്തും നിൽക്കും. ഇവരെല്ലാം ജിസേലിന് സപ്പോർട്ടാണ്. അപ്പോൾ ഇവരുടെ എല്ലാ ഉദ്ദേശം, ഇപ്പോൾ ഒരു ഫിസിക്കൽ അസോൾട്ട് നടന്നിട്ടുണ്ട്, അതായത് കള്ളീന്ന് വിളിച്ചെന്നും പറഞ്ഞ് അനുമോൾ അങ്ങോട്ട് ഭയങ്കരമായിട്ട് അനുമോൾ തകർന്നിട്ട് അങ്ങോട്ട് പ്രതികരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ ചൂണ്ടിയപ്പോൾ ആ കയ്യിൽ ഇങ്ങനെ ചെറുതായിട്ട് തട്ടുന്നുണ്ട്, ഇങ്ങനെ മാറ്റി വിടത്തില്ലേ, അതുപോലെ തട്ടുന്നുണ്ട്. പക്ഷെ അത് അടിച്ചതോ പിടിച്ചതോ ഒന്നുമല്ല, പക്ഷെ അത് ഫിസിക്കൽ അസോൾട്ട് ആണെന്നും പറഞ്ഞിട്ട് അവിടെ കുറച്ച് പേര് ഇപ്പോൾ കളി തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് കളിക്കുന്നതെന്ന് വെച്ചാൽ അക്ബർ, അപ്പാനി, ബിന്നിക്കൊക്കെ എന്ന് വെച്ചാൽ ബിന്നിക്കൊക്കെ അനുമോള് പുറത്തു പോയാൽ അത്രയും നല്ലതെന്നും പറഞ്ഞിരിക്കുവാണ് ബിന്നിയൊക്കെ. പക്ഷെ ബിന്നി അത് പറയുന്നില്ല, പക്ഷെ ബിന്നിയുടെ മനസ്സിൽ പുറത്തു പോകണമെന്നാണ്. പക്ഷെ അക്ബർ ഈ ജയിൽ നോമിനേഷനകത്ത് 2 പേർക്കും ഒരേ വോട്ട് വന്നു, അതായത് കലാഭവൻ സരികയ്ക്കും അനുമോൾക്കും. അപ്പം ആരെ ജയിലിലേക്ക് വിടണമെന്നും പറഞ്ഞൊരു ഇത് വന്നപ്പോഴത്തേനും ബിൻസി ആണെങ്കിൽ നമ്മുടെ കലാഭവൻ സരിക പോകണമെന്നും പറഞ്ഞ് കൈപൊക്കി. അപ്പം തൊട്ട് പിന്നെ അടുത്ത പ്രശ്നം തുടങ്ങി. അതായത് കലാഭവൻ സരിക ഭയങ്കര കരച്ചിലുമൊക്കെയാണ്, എന്തിന് ബിൻസി കൈപൊക്കി. അക്ബർ ആണെങ്കിൽ ബിൻസിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, എന്തിന് കൈപൊക്കിയെന്ന്. അത് ബിൻസിയുടെ ഇഷ്ടമാണ്, ആർക്കും ഇത് വേണമെന്ന് ബിൻസിയുടെ ഇഷ്ടമാണ്. അതൊക്കെ ഇവർ ക്വസ്റ്റ്യൻ ചെയ്യുവാണ്, ഇവരൊരു ഗ്യാങ് ആയിട്ടിരുന്ന് ക്വസ്റ്റ്യൻ ചെയ്യുവാണ്. ശരിക്കും ഇപ്പം അവിടെ ഒരു ഗ്യാങ്ങിൻ്റെ ഒരു ഇതുണ്ട്. അക്ബർ, അപ്പാനി, ആര്യന്, കലാഭവൻ സരിക, ബിന്നി, രണ, ഇങ്ങനെ കുറച്ച് പേരായിട്ട് ഒരു ഗ്യാങ് അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ലീഡർ അക്ബറും അപ്പാനിയാണ്. അവരാണ് വളരെ റൂഡായിട്ടാണ് സംസാരിക്കുന്നതും ഒക്കെ. അപ്പം ബിൻസിയെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ബിൻസി പറയുന്നത് എൻ്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ബിൻസി പറഞ്ഞതെന്ന് വെച്ചാൽ അനുമോൾ അവിടെ ഒരുപാട് കരയുന്നുണ്ട് മെൻ്റലി തകർന്നിട്ട്. അപ്പം ബിൻസി സപ്പോർട്ട്, അതുമല്ല അനുമോൾ ഒരു തവണ അപ്പാനിയുടെ കൂടെ ജയിലിൽ പോയതാണ്, അതുകൊണ്ടാണ് ബിൻസി പറഞ്ഞത് കലാഭവൻ സരിക പോട്ടെ എന്ന്. സരിക അതിന് കരച്ചിൽ, അത് ക്വസ്റ്റ്യൻ ചെയ്യുവാണ് അക്ബറും ഒക്കെ ഇരുന്ന്. അത് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അവകാശം ഇവർക്ക് ആർക്കും ഉള്ളത്, ബിൻസിയുടെ ഇഷ്ടമാണ് ആര് പോകണമെന്ന്. പക്ഷെ അത് ബിൻസിക്ക് ഒരുപാട് മാനസികമായ വിഷമമുണ്ടാക്കി. ബിൻസി ഇടയ്ക്ക് നിന്ന് കരയുന്നുണ്ട്, ഈ കാര്യം പറഞ്ഞിട്ട് കരയുന്നുണ്ട്. അനുമോൾ അകപ്പാടെ തകർന്ന് നടക്കുവാണ്. അനുമോൾക്കൊരു ടെൻഷനുണ്ട്, പുറത്ത് പോവേണ്ടി വരുമോ എന്നൊക്കെ. പക്ഷെ അങ്ങനെയാണെങ്കിൽ അതിന് മുമ്പായിട്ട് പുറത്ത് പോകേണ്ട ഒരുപാട് പേരവിടെ ഉണ്ട്. അതായത് ജിസേൽ തന്നെയാണ് റൂൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, പ്രോഡക്റ്റുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആദ്യമേ പോകേണ്ടത് ജിസേൽ തന്നെയാണ്.